ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇറ്റ്സ് മൈ അൾട്ടിമേറ്റ് ഗെയിമിംഗ് ഗൈസ്. നമ്മളെ സർവൈവൽ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മളെ പിറകിലായിട്ടൊരു വീട് കാണാം ഗൈസ്. അത് നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റാണ് ഗൈസ്. കഴിയാത്തൊരു പ്രൊജക്റ്റിനെപ്പറ്റി നിങ്ങളടുത്ത് പറയാം ഗൈസ്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കടക്കാം ഗൈസ്. അപ്പം നമ്മൾ നേരെ ഗൈസ്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന വോയിസ് അല്ല, രണ്ടാമതും എടുക്കുന്ന വോയിസാണ് ഗൈസ്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ എടുത്ത വോയിസ് പോയി ആയിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ ഇപ്പോൾ രണ്ടാമത് എൻ്റെ വോയിസിൽ ഞാൻ റെക്കോർഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൃഗങ്ങളെയൊക്കെ കൊന്ന് ഫുഡ് എടുക്കേണ്ട സെറ്റപ്പാണ്. മൃഗങ്ങളെ കൊണ്ട് ചെറിയ ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത കേവിലോട്ട് പോകേണ്ട സെറ്റപ്പാണ് ഇത് മൈനിങ്ങിന് ഗൈസ്. അതിനു മുമ്പേ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പന്നികളെയൊക്കെ ഫുഡ് ഇതൊന്നും സ്റ്റക്കായി പോയില്ല മൊത്തം. ശരി. കൊല്ല് അമ്മ എന്നെ കൊന്നണം അമ്മ. ഫുഡ് മുക്കിയമ്പിക്കലേ വൈസ്. നമുക്ക് നേരെ ഇതങ്ങോട്ട് ചൂടാക്കാൻ എടുത്ത് വയ്ക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വച്ച പയ്യാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട. അപ്പോൾ അത് മാറ്റി നമുക്ക് ആ ഒരു കോൾ മതി. 6 കോളിൽ നമുക്ക് ചൂടാവും. അപ്പോൾ നമുക്ക് നേരെ ബാക്കി ആക്കറുകളെല്ലാം സീരിയസ് ചെസ്റ്റിലോട്ട് വെച്ചിട്ട് നമുക്കിനി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് അടിക്കിട്ട് ഗൈസ്. ആദ്യം ചെയ്യേണ്ട ഗൈസ്, നമുക്ക് അത് ഈ വില്ലേജേഴ്സിനൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബ്രീഡർ സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഈ വില്ലേജേഴ്സിനൊക്കെ നമുക്ക് കൂട്ടിയിടണം. വേണ്ട ഒരു വില്ലേജർ വെളി പോലെ ഈ അണ്ണനെ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ 2 വില്ലേജേഴ്സ് മതി. ബാക്കി നമുക്ക് ബ്രീഡർ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു വില്ലേജറിനെ സക്സസ്ഫുള്ളി കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി അവൻ്റെ മൊത്തത്തിൽ എവിടെ വയ്ക്കാൻ പറ്റൂല. ഇവിടെ നമ്മൾ എത്തി മൂടാൻ പോവുകയാണ്. അങ്ങനെ ഒരാൾ സെറ്റായി ഗൈസ്. അടുത്ത നമുക്ക് അതോ അവനെ ടാർഗറ്റ് ചെയ്തു. ഇപ്പോൾ ഇറങ്ങി ഓടും എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് കുടിക്കണം. പോലെ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ മറ്റേ വില്ലേജിൽ സക്സസ്ഫുള്ളി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വില്ലേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബ്രീഡറിനുള്ള 2 വില്ലേജർ ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മളെ നിങ്ങൾക്ക് മറ്റേ ആ പ്രൊജക്റ്റ് കാണിച്ചില്ല വീട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ കയ്യിലിരുന്ന കുറച്ച് ഓക്കിൻ്റെ മരമൊക്കെ എടുത്ത് ജസ്റ്റ് വീട്ടിലൊരു തറക്കല്ല് കണക്കൊന്ന് സെറ്റപ്പ് ചെയ്തതാണ് ഗൈസ്. ഇത് ഫുള്ളായിട്ട് ഇപ്പം പണിയേണ്ട സെറ്റപ്പും റിസോഴ്സും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഗൈസ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളിപ്പോൾ അതിൽ അയൺ ആർമറിലൊക്കെ പറ്റി നമുക്ക് റിസോഴ്സ് കുറവാണ്. അങ്ങനെ ഈ ഒരു ഓക്കും മരം എടുക്കാമെന്ന് തന്നെ ഞാൻ അങ്ങ് പോയി ഗൈസ്. അങ്ങറ്റം വരെ പോയി. കാരണം ഇവിടെയൊന്നും മരങ്ങളില്ല. അപ്പോൾ നമുക്ക് സാപ്ലിങ്സ് എടുത്ത് നടണം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതൊന്ന് സെറ്റ് ആക്കണം. പിന്നെ ഇവിടെ നിന്ന് മൊത്തം മാറ്റിയ വേസ്റ്റ് എല്ലാം ഈ ഒരു ചെസ്റ്റിൻ്റെ അതാണ് ഞാൻ കൊണ്ട് വച്ചിരുന്നത്. ഇവിടെ ഒരു റെവീനൊക്കെ ഉണ്ടല്ലേ, അവിടെ ഒരു മൈനിങ് ഏരിയ. ഇവിടെ മൊത്തം മൈനിങ് ഏരിയയാണ്. നമുക്ക് ഡയമണ്ടൊക്കെ എടുത്ത് സെറ്റ് ആക്കാം ഗൈസ്. പിന്നെ അല്ല പവർ ആക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ അടുത്ത കേസ് നിങ്ങളെ ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മിസ്സായ ഒരു സാധനമാണ് കേസ്. നമ്മളെ ഈ ഒരു വേൾഡിൻ്റെ തൊട്ട് കുറച്ചങ്ങോട്ട് വില്ലേജ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു റൂമിൻ്റെ പോർട്ടലുണ്ട് കേസ്. അതിവിടെ അവിടെ നേരെ ഏറ്റൊരു പോർട്ടലുണ്ട് കേസ്. അത് ഞാൻ ലൂട്ടൊന്നും അടിച്ചില്ല. കാരണം വീഡിയോ കാണിച്ചിട്ട് ലൂട്ട് അടിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ലൂട്ട് അടിക്കാത്ത. ചെസ്റ്റ് അപ്പുറത്തോടെ മാഗ്മ ബ്ലോക്ക് ചെയ്ത് കയറി നിൽക്കുന്ന ഞാൻ മാറടാ. ഇവിടെ ബാക്കിലായിട്ടാണ് അതായിരിക്കും ചെസ്റ്റ്. ഒരു പാൻറ്റ്. പിന്നെ ഇത് ട്രഷർ പ്ലേറ്റ് കൊള്ളാം. നമുക്ക് വീട് വയ്ക്കുമ്പം വീട് സെറ്റ് ആയിട്ട് ഡോറിൽ സോറിന് ട്രഷർ പ്ലേറ്റ് വയ്ക്കാം ഗൈസ്. പിന്നെ റിച്ചാണ് ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ലൂട്ടും കാര്യങ്ങളും അടിച്ച് അടുത്ത നമ്മൾ തിരിച്ച് നമ്മളെ വില്ലേജിലോട്ട് പോവുകയാണ് ഗൈസ്. കാരണം ഒരുപാട് വഴി തെറ്റിയാൽ പണി കിട്ടും. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കേവിൽ പോകണം ഗൈസ്. നമുക്ക് ഇച്ചിരി അയണിൻ്റെ ആവശ്യങ്ങളുണ്ട് ഗൈസ്. അയൺ മൈനിങ് നമ്മളിപ്പം വീട്ടിൽ പോയി ഫർണസിൽ നമ്മൾ വെച്ചിരുന്ന ആ ഒരു ഫുഡും എടുത്ത് ഇത്തിരി ടോർച്ചും ഉണ്ടാക്കി നമുക്ക് ഇവിടെ പോകണം കേവിൽ. നമ്മൾ വില്ലേജിൻ്റെ തൊട്ടടുത്തുണ്ട് റെവീനിൽ ഇറങ്ങണം. കാരണം നമുക്ക് ഇച്ചിരി അയണിൻ്റെ അത്യാവശ്യമുണ്ട് ഗൈസ്. ആണ് പ്രശ്നം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കേവിലോട്ട് ഇറങ്ങിയിട്ട് കാണാം.
അങ്ങനെ നമ്മൾ കേവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേസ്. നമ്മളൊരു വാട്ടർ ബക്കറ്റ് കൂടെ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ക്ലച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. യെസ്, ലെസ്സല്ല, ചെറിയൊരു പണിപാളി കേസ്. വാട്ടർ ബക്കറ്റ് നമുക്ക് സേഫ്റ്റിയാണ് കേസ്. നമുക്ക് ആ വെള്ളം നിൽക്കുന്ന മുമ്പ് ഇവിടെ നിന്ന് ചാടാൻ നോക്കാം, അതാണ് നമ്മളെ ലക്ഷ്യം. ചാവുമെന്തോ, ആ വെള്ളം നിൽക്കുന്ന മുമ്പ് ചാടിയാൽ മതിയിരുന്നു. യെസ്, കമോൺ. അയ്യോ, ചത്ത് ഗൈസ്, ചത്ത്. പെട്ടെന്ന് പോയി എടുക്കാം സാധനങ്ങൾ. ഡീസ്പോൺ ആവുന്നതോടെ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം ഗൈസ്. അയ്യോ, ചത്ത സ്ഥലം എവിടെ ഇരുന്ന്? അവിടെ നിന്ന് ആ ഒരു ഗ്രാനൈറ്റൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന്. നമുക്കിനി നേരെ ആ ഒരു ബ്ലോക്കിലേക്ക് ചാടാൻ നോക്കാം. നേരെ കാണുന്ന ഒരു ബ്ലോക്ക് അവിടെ പറ്റൂല. നേരെ കാണുന്ന വുഡൻ ബ്ലോക്കിൽ ചാടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു കേസ്. എങ്കിൽ അവിടെ നിന്ന് പതുക്കെ മുയൽ ചാടുമ്പോൾ ചാടിപ്പോകാം. ചാടി നോക്കാം. യെസ്, അവിടെ ചാടി. നമ്മളിനി അടുത്ത നമ്മളെന്താ താഴത്തെ ആ ഒരു ബ്ലോക്കിൽ ചാടി നോക്കാം. ചാടിക്കോ. യെസ്, ഓക്കെ. എന്നിട്ട് ഹാർട്ട് കുറഞ്ഞിട്ട് നമ്മളെ സാധനങ്ങളെല്ലാം കിട്ടിയെന്നാണ് ഞാൻ തോന്നുന്നത്. നമ്മളെ ഷീൽഡും വാട്ടർ ബക്കറ്റൊക്കെ കിട്ടി, ടോർച്ച് കിട്ടി, നമ്മളെ ആർമർ നിക്കറ് മാത്രമേ കിട്ടി ഗൈസ്. വാള് കിട്ടി, പിന്നെ ഷർട്ട് കിട്ടി, ട്രഷർ പ്ലേറ്റൊക്കെ കിടക്കണം. നമ്മൾ ഗോൾഡൻ ട്രഷർ പ്ലേറ്റൊക്കെ. ഓക്കെ, ഇതെല്ലാം മാറ്റി വെച്ചോട്ട് ഒരു രീതിയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രഷർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. ട്രഷർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോടിച്ച് ഒരുപാട് ചാടിയ പണി കിട്ടും. ഇതെന്താണ് മോളിയും തനിയൊന്ന് വീഴണതാ, ചത്ത് വീഴണം. നമുക്ക് മുകളിലോട്ട് കയറി തിരി. ഇതെന്തോന്നിട്ട് ചുമ്മാ മോളിൽ നിന്ന് ചത്ത് വീണ, ആരെയും തള്ളി വീണ. നമ്മളെ കാലിലിടണമെന്ന ഹെൽമെറ്റ് എല്ലാം കിട്ടി ഗൈസ്. ചെരുപ്പും ഹെൽമെറ്റും എല്ലാം കിട്ടി. പക്ഷെ പിക്കാക്സ് ഒന്നും കിട്ടിയില്ലല്ലോ ഗൈസ്. അപ്പം നമ്മളെ പിക്കാക്സും ആക്സും പോയി എന്നാണ് അർത്ഥം. അയ്യോ, ഇപ്പം ചത്തന ഇപ്പം. ഇത്തിരി ഫുഡ് അടിക്കാം ഗൈസ്. നമുക്ക് എന്തായാലും പിക്കാക്സ് ഒന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ വീണ്ടും ചത്ത്. അവസാനം മോളിൽ പോയി കുറച്ച് ബ്രെഡും ഉണ്ടാക്കി, ഒരു പിക്കാക്സും ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ താഴെ വന്ന് ഗൈസ്. പിക്കാക്സും ആക്സും പോയി. എന്തായി ഇപ്പം ആക്സ് വേണ്ട. ആക്സ് പോകണമെങ്കിൽ പോട്ടെ ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണ ടാസ്ക്കാണ്. ഇത് പൊട്ടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു കേവിൽ കയറണം ഗൈസ്. അവിടെ സോംബിയുണ്ട്. സോംബിയാണെന്ന് തോന്നുന്നത്. യെസ്, ഇനി അവന്മാരെ കൊല്ലണം. അതൊരു വലിയൊരു കേവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അയൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഗൈസ്. ഇതിൽ നമുക്ക് നേരെ പോവാം. ഞാനും ആ സോംബീസിനെയൊക്കെ കൊല്ലട്ട് ഞാൻ. ഓക്കെ, 1 by 1 കമോൺ. ഫസ്റ്റ് തൊപ്പിയിട്ടവൻ. മരിങ്ങ് വരുമെങ്കിൽ തീന്ന്. എൻ്റെ ദൈവമേ, അടി. ആക്സ് പൊട്ടി ഗൈസ്. ഇതെന്ത് പിക്കാക്സ് ഇല്ലേ? സോഡ്. തൊപ്പിയിട്ടവൻ ഫസ്റ്റ് തൊപ്പിയിട്ടവനെ കൊന്നവൻ്റെ തൊപ്പി എനിക്ക് വേണം. ബാ. ഓക്കെ ഗൈസ്, അവന്മാരെ കില്ല് ചെയ്തു. ഞാൻ അവിടെ ടോർച്ച് വെച്ചിട്ട് പോവാം. ഓക്കെ, അങ്ങോട്ട് ആരുമില്ല, സേഫാണ്. സേഫാണ്. അവിടെ ഞാനൊരു അയൺ കാണുന്നു ഗൈസ്. കണ്ട്. യെസ്. ഓക്കെ, ഇതൊരു ചെറിയൊരു ഗേവാണെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ അയണുണ്ട് ഗൈസ്. നമുക്ക് അയൺ വാരി എടുക്കാം. ഇഷ്ടംപോലെ അയണുണ്ട്. മിനിമം ഒരു 30 അയണെങ്കിൽ നമുക്ക് വേണം ഗൈസ്. ഒരു സംഭവത്തിനാണ് നമുക്ക്. എങ്കിലേ നമുക്ക് എക്സ്ട്രാ ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എത്ര കിട്ടുമെന്തോ. നല്ല മഴയാണ് വെളിയിൽ. അല്ലല്ല. ഓക്കെ, ഇവിടെ നിന്ന് മാക്സിമം നമുക്ക് എത്ര അയൺ കിട്ടിയാന്തോ. ഇതെല്ലാം എടുക്കട്ടെ. നമ്മളെ കയ്യിലല്ലാതെ എത്രയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു ഡെഡ് എൻഡാണ്. ഇവിടെ അങ്ങോട്ടൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പുറത്ത് ഇത്തിരി ആയതുകൊണ്ട് നമുക്ക് ബെഡ് വാർസിൽ ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഇത്തിരി ചെറുതായി ബ്രിഡ്ജ് ചെയ്ത് നോക്കാം. ഇതിൽ ചത്താ പിന്നെ തീന്ന്. ഓക്കെ, കമൽ. അവിടെ ഉണ്ടായ. ഓക്കെ, ഇനി ബ്ലോക്ക് തീരുന്നു. ആരും ഇല്ലല്ലേ പറയില്ലേ? അടിച്ചേരി പോയിട്ട് മഴ കണ്ട കേസ്. മഴയും ഇടിയും നല്ല. നമുക്ക് ജമ്പ് ചെയ്ത് ഒരയണും കൂടെ അവിടെ നിന്ന് എടുക്കണം. ഒരയണും കൂടെ എടുത്താൽ പിന്നെ സെറ്റായി. ഇങ്ങോട്ടൊരു കേവ് ഉണ്ടല്ലേ.
കേവ് ഉണ്ട് ഗൈസ്. അതും ഡെഡ് എൻഡാണ്. അല്ലല്ല താഴോട്ടുണ്ട് ഗൈസ്, താഴോട്ട് ഉണ്ട്. പണിയിട്ടോ ഇപ്പം പോയാ മഴ വെളിയിൽ. ഇതൊരു വലിയൊരു കേവാണ് ഗൈസ്, വലിയൊരു കേവാണ്. വലിയൊരു കേവാണ്. ഇപ്പോൾ ഇറങ്ങി പണിയിട്ട് നമുക്കിപ്പോൾ പോകണേണ് നല്ലത്. നമുക്ക് പോയിട്ട് കുറച്ചും കൂടെ നല്ല ആർമറൊക്കെ ആയിട്ട് വരാം. നമുക്ക് എൻജാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കി നമുക്ക് ആദ്യം അയൺ ആർമർ എൻജാൻറ്റ് ചെയ്യാം. എന്നിട്ട് പതുക്കെ ഡയമണ്ടിലോട്ട് പോകാം. അതാണ് നല്ലത് ഗൈസ്. അടുത്തതിൽ നമുക്ക് ആ വീട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ വീട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഞാൻ റിസോഴ്സ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്ന് കളക്ട് ചെയ്യും ഗൈസ്. കുറേ മരങ്ങൾ പിന്നെ സാപ്ലിങ്സൊക്കെ നടാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയണെടുത്ത് ഇനി ആ മുകളിലൊരു അയൺ കാണണം, അതും കൂടെ എങ്ങനെ ഇങ്ങനെ എടുക്കണം. അത് ഇവിടെ നിന്ന് ബ്ലോക്കിട്ട് അതും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് മോളിൽ ഗൈസ്. കാരണം നല്ല മഴയൊക്കെ വേണം, രാത്രി ആവാറായി. ഇനിയിപ്പോൾ നമുക്ക് പോകണേണ് നല്ലത് മുകളിൽ ഗൈസ്. കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ഒരു ബ്രോ ചോദിച്ചിരുന്നു എന്നെയും കൂടെ കളിപ്പിക്കുമെന്ന് ഗൈസ്. തീർച്ചയായും കളിപ്പിക്കും ഗൈസ്. ആ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്രോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഗൈസ്. ഉറപ്പായിട്ട് നമുക്ക് 1 ബ്ലോക്ക് കളിക്കാം. ഓക്കെ ബ്രോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും എടുത്ത് ചാടിക്കൊടുത്ത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇവിടെ നിന്ന് കയറിയിട്ട് കാണാം. ഞാൻ ഇവിടെ നിന്ന് ഇത്തിരി മുകളിലോട്ട് കയറി. സ്കെൽറ്റൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ട് ഗൈസ്. എനിക്കൊന്ന് മുകളിൽ എല്ലാ മച്ചന്മാരും നമ്മളെ കഥ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതാ ക്രീപ്പർ എൻ്റെ പോലെ ചത്ത് ഓടിക്ക് കിടന്ന് ഉറങ്ങാനും സമയമില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി മതി. അതാ ചോമ്പിക്കുട്ടൻ നിൽക്കുന്നു. പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് ആ നേരെ കണ്ടാൽ വീട്ടിൽ കയറി നിൽക്കാം. ഡോറടച്ച് അമ്മമാരെല്ലാം ഇങ്ങനെ അറിയ വരും. അവിടെ മൊത്തം സോംബീസ് ഉണ്ട് കേട്ടോ, നമ്മളെ വീട്ടിൻ്റെയൊക്കെ അവിടെ ആയിട്ട്. ഇതാര് പേടിച്ച് വില്ലേജറായിരുന്നു. വെച്ച് സോംബീസ്. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. അതിനു മുമ്പേ നമ്മളെ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീടൊന്ന് പകുതിയിന് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. പിന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റോറേജ് കണക്കൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യണം ഗൈസ്. അപ്പം അവരും കൂടെ ഈ വീഡിയോ കാണും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വീട് ആണ് ഗൈസ്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൾട്ടിമേറ്റ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്.